നമ്മൾ ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫെവിക്രിലിൻ്റെ മോൾഡിങ് ക്ലേ ആണ് ഞാൻ എടുത്തിരിക്കണത് കേട്ടോ. മോൾഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് മോൾഡിങ് ക്ലേ ആണ് ഞാൻ എടുത്തിരിക്കണത്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പിങ്കും അതുപോലെ ഈ ബ്ലൂവും കണ്ടു. ഇത് രണ്ടും നമ്മൾ ഓരോന്നാണ് എടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിട്ട് നോക്കാനും പോയിട്ടില്ല. പക്ഷേ ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഓരോരുത്തവിടെ നോക്കിയിട്ടാണല്ലോ പഠിക്കുക. പക്ഷേ ഞാൻ നോക്കിയാൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇനി നമ്മൾ പൗഡർ എടുക്കുക. ഇപ്പം നമ്മൾ ടെറാക്കോട്ട ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിൽ ഓയിലാണ് അപ്ലൈ ചെയ്യുക. അതിന് പകരം നമ്മളിവിടെ ഇത് എയർ ഡ്രൈ ക്ലേ ആയത് കാരണം നമ്മൾ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു 2 ജിംകിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഗ്ലൂ, നമുക്ക് ഈ ക്ലേ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത്, ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചതാണ്. നമുക്ക് ഇതിന്ന് രണ്ടിന്നും കറക്റ്റ് അളവിന് നമ്മൾ എടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലോ ഇല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ സെറ്റിലോ ആക്കി വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. പിന്നെ നമുക്ക് ഒന്നിനും പറ്റില്ല കേട്ടോ. നമ്മൾ വെള്ളം ഇതാക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് അങ്ങനെ കുറേ വേസ്റ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ കറക്റ്റ് അളവിൽ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കുക. രണ്ടും കൂടരുത്, ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞിരിക്കരുത്. രണ്ടും കറക്റ്റ് അളവിന് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എനിക്ക് ടെറാക്കോട്ട ജ്വല്ലറിനെ വെച്ച് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങണമായിരുന്നു, നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പരിപാടിയൊക്കെ കഴിക്കും. മറ്റേ ടെറാക്കോട്ട ജ്വല്ലറിയാണെങ്കിൽ നമ്മൾ ഒരാഴ്ച 2 ആഴ്ച അതിൻ്റെ പിന്നാലെ നിൽക്കണം, അത് ഡ്രൈ ആയി ബേക്ക് ചെയ്യാൻ എല്ലാത്തിനും. ഇതാകുമ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങുമല്ലോ. അപ്പോൾ ഞാനിത് ഇതുപോലൊരു എയർ ഡ്രൈൻ്റെ പാത്രം എടുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ സെറ്റിലാണ് ഞാൻ അടച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് പോവില്ല, കട്ടിയായിട്ട് പോവില്ല. ഇനി നമ്മളിത് പൗഡർ കയ്യിലാക്കുക. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കരുത് കയ്യിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡർ ആക്കണത് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യുക. ഈ പരുവത്തിൽ രണ്ടും കൂടെ ഇങ്ങനെ കലർത്തി മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു വൈറ്റ് കളറിൽ ഒരു ഷെയ്ഡ് പോലെ നമുക്ക് വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു പരുവത്തിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഒട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പൗഡർ കയ്യിലിടുക. എന്നിട്ട് ഞങ്ങൾ ഇതുപോലൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഞാൻ കുട്ടി കുട്ടി ബോൾസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ജിംകിക്ക് വേണ്ടിയിട്ടാണത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ കാണിച്ചു തരണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ മനസ്സിൽ ഓരോ തോന്നുന്ന ഡിസൈൻ ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഈ ഒരു ഡിസൈനാണ് തോന്നിയത്. പക്ഷേ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ വേറെ ഒരുപാട് മോഡൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തോന്നിയ സിമ്പിളായിട്ടുള്ളൊരു മോഡൽ ഞാൻ ഇത് ഒന്നുണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് സമയമെടുത്തിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ട് ഇതും കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനിരുന്ന് എപ്പോഴും കോട്ടുമായി വരുന്നു, അതിപ്പോഴും ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മളിത് ബോൾസൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ജിമിക്കി ബേസിൽ നമ്മൾ ഗമ്മ് വൈറ്റ് ഗ്ലൂ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചത്, ആ വൈറ്റ് ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ബോൾസ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സിമ്പിളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈസി ആയിട്ട് വരുമാനം വേണമെന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര സമയം വേസ്റ്റ് ഇല്ല. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പോയാലും മീൻസ് കുട്ടികളൊന്നും ഇല്ലാതിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, കമ്മലും മാലയും വളയൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ട് ഷേപ്പ് പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഗമ്മിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഒരുപാട് ലെങ്തായി കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കിട്ടണില്ല. ഒന്നാമത് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ്. ഇത് നമ്മൾ ചുറ്റും ഇങ്ങനെ ഈ ബോൾസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും വീഡിയോയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കണ്ടില്ലേ, ഫുള്ളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇങ്ങനെ ഒരു അളവിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലായ ഡിസൈൻ ആവണ വരെ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതങ്ങനെ പൊട്ടിപ്പോവും, പേർന്നു പോവും, വെള്ളം തട്ടിയാൽ അലിഞ്ഞു പോകും, അങ്ങനെയുള്ള ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. സൂപ്പറാണത്.
അപ്പോൾ നമ്മുടെ 2 എണ്ണം ഞാൻ അതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേറൊരു ഡിസൈൻ കൂടെ നമുക്ക് വയ്ക്കാം. ആ പ്ലാസ്റ്റിക്കിൻ്റെ മേലെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് പോവും, എന്താ പറയുക, അത് ഇളകിപ്പോവും. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ വേറൊരു ഡിസൈനും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ വെച്ചതുപോലെ നന്നായിട്ടൊന്ന് ബോളാക്കി താഴെ കുറച്ച് പൗഡർ ഇട്ടിട്ട്, നമ്മൾ ഈ ക്ലേ എവിടെ യൂസ് ചെയ്യുമ്പോഴും പൗഡർ ആക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കേണ്ട. ടൈലൊക്കെ ഒട്ടിപ്പിടിച്ചാൽ പിന്നെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഈ പാമ്പ് പോലെ നല്ല ചരട് പോലെ നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് താഴെ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ കൈയും കൊണ്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു നൂല് പോലെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് അമർത്താതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു നീളത്തിലൊരു ചരട് പോലെ കിട്ടും. പിന്നെ അതിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു പോർഷൻ ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. 2 എൻഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഡിസൈനാണോ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യാനാണ് ഇപ്പോൾ എടുക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ജിമിക്കിൻ്റെ മോൾഡിൽ. എന്നിട്ട് ജിമിക്കിൻ്റെ ബേസിൽ. എന്നിട്ട് നമുക്ക് അതിൽ കൂടെ ക്യാമറേൻ്റെ ഇങ്ങോട്ട് നീങ്ങിപ്പോയിട്ടോ, അത് ആ ഗ്ലൂവിൻ്റെ മേലെ നമുക്ക് ഇതൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. ഗ്ലൂവിൻ്റെ മേലെ കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ബാലൻസ് വന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെയാണ് ഞാൻ കണ്ടത് ക്യാമറയിലല്ല കാണുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മൾ അതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇത് ഒട്ടിക്കുക കേട്ടോ. ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡിസൈനും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങളുടെ ഭാവനയിൽ വരുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡ്രൈ ആവണതിന് മുമ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ വേറെ അങ്ങോട്ട് പോകരുത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ടുണ്ടാവും, നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതുപോലൊരു ടൂളാണ് എടുത്തത്. നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ടൂൾ കൊണ്ട് ഞാൻ ഏതൊരു ടൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ പൗഡർ കുറച്ച് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ക്ലേയിൽ ഒട്ടിപ്പിടിക്കും. ഞാനിട്ട് ഇതുപോലെ ഒരു കണ്ണിങ്ങനെ ഓരോരോ കുഴിയാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഓരോരോ കുഞ്ഞു കുഴീൻ്റെ ഒരു ഇതിൽ വന്നില്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഈ കുഴിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ചിട്ട് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ വെക്കുകയാണെങ്കിൽ വെക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുഴിയുടെ ഒരു രീതിയിൽ ഡിസൈൻ കൊടുക്കണത് കേട്ടോ. അങ്ങനെ നമുക്ക് 2 എണ്ണത്തിലും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. മെല്ലെ ഒരുപാട് അങ്ങോട്ട് അമർത്തി കഴിഞ്ഞാൽ ഗ്ലൂ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിങ്ങനെ തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, എൻ്റെ കുറച്ച് അങ്ങോട്ട് അത് തെന്നിപ്പോയി. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യാതെ സാവകാശം മെല്ലെ സമാധാനത്തോടെ ക്ഷമയോടെ ചെയ്യുക. എന്തൊരു ജോലി ചെയ്യുമ്പോഴും ക്ഷമയാണ് ആവശ്യം. ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല, നമ്മൾ ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങളൊന്നും ഒത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളത് 2 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആ ബാലൻസ് കുറച്ചുകൂടി ക്ലേ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ കഴിയണ വരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അത് ബാലൻസ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും കേട്ടോ. നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ലേ ആവശ്യത്തിന് എടുക്കുക. ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോകും. ഞാൻ അതുപോലെ 3 ബോൾസ് ഓരോ ചിമ്മിക്കിയിലേക്കും 3 ബോൾസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. ഉരുട്ടി കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിന് നമ്മൾ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഫ്ലവറിൻ്റെ പെറ്റൽസ്, അതായത് എതള് പോലെ നമുക്ക് ആക്കിയെടുക്കാം. ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ അമർത്തിയാൽ മതി കേട്ടോ. അമർത്തിയിട്ട് ആ മേൽഭാഗം ഒന്നിങ്ങനെ കൂർപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു എതള് പോലെ ആയില്ലേ. ഇങ്ങനെ ഞങ്ങൾക്ക് എതൾസൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പെറ്റൽസൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വേണ്ട അളവിന് ഇതിൽ കൂടുതൽ ബോൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വലിയ പെറ്റൽസ് ആക്കി എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. നമ്മുടെ ജിമിക്കി ബേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതള് ഓരോന്നായിട്ട് അതിൻ്റെ മേലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. സംഭവം ഒരു ഇതള് കൂടെ വേണം സത്യം പറഞ്ഞാൽ. പക്ഷേ ക്ലേ ഇനിയിപ്പോൾ എടുത്ത് തികയില്ല, അപ്പം ഞാൻ കുറച്ചുകൂടെ എടുക്കേണ്ടി വരും. അപ്പോൾ എടുത്തു കഴിഞ്ഞ് ചിലപ്പോൾ അത് മേ ബി വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ 3 ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ഒരു ബ്ലാങ്ക് ആയിട്ട് വന്നിട്ട് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു സ്പേസിൽ ഫ്രീ ആയിട്ടുള്ള ആ സ്പേസിൽ ഫുള്ളിലേക്ക് ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ ഞാൻ ആക്കി വെച്ചു. ആ ക്ലേയിൽ ഞാൻ അതങ്ങോട്ട് ഒതുക്കി. ഇനി എനിക്ക് ക്ലേ എടുക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടി എണീക്കുമ്പോഴേക്കും ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എടുക്കാതെ ഞാൻ ഇതുപോലെ നല്ല കൂമ്പാരം പോലെ ഞാൻ ആക്കി കൊടുത്തു കേട്ടോ. ഇതുപോലെ എന്നിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പൗഡർ കൊണ്ടൊന്നിങ്ങനെ സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. പൗഡർ വെച്ചിട്ടൊന്ന് സ്മൂത്ത് ആയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് എന്താ പറയുക, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. പൗഡർ കൊണ്ടൊന്നും നിങ്ങൾ ഇതാക്കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ 2 ഞാൻ എന്താ ഇവിടെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അപ്പോഴേ ഞാൻ ഡിസൈൻ ചെയ്ത് എടുത്തപ്പോൾ ഇങ്ങനെ പ്രസ്സായപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് പ്രസ്സായപ്പോൾ ആ കുഴി ഉണ്ടല്ലോ, ആ കുഴിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുങ്ങിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആ ഒരു ടൂള് വെച്ചിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് എന്താ പറയുക, ഒന്ന് കുഴി അടഞ്ഞു എന്ന് തോന്നുന്ന അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ടൂള് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ 2 ജിമിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അതായത് കൊളുത്ത് വേണമല്ലോ. കൊളുത്ത് മീൻസ് ഞാനിവിടെ യൂസ് ചെയ്യണത് ഐപ്പിന്നാണ്. നിങ്ങൾക്ക് ഐപ്പിന് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റേ കമ്പി ഉണ്ടല്ലോ, ഒരു കമ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഇതൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ സൂപ്പറാണ് കാണാൻ. എന്തായാലും പെയിൻറ്റിങ്ങൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ 2 ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ഈ 2 ഐപ്പിൻ നമ്മൾക്ക് ഈ ജിമിക്കിയിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ കൊളുത്ത് നമ്മൾ ഹാങ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു ഇത് വേണമല്ലോ അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹാങ്ങിന് വേണ്ടിയിട്ടുള്ള ഇത് കണക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഐപ്പിൻ നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിലേക്ക് ഗമ്മിൻ്റെ ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് കുത്തി കൊടുത്താൽ മതി, അതവിടെ ഇരുന്നോളും, പേർന്ന് പോകുമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ജിമിക്കി 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂറൊക്കെ മതി കേട്ടോ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം നമുക്കിതിൻ്റെ പെയിൻറ്റിങ് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.